നമുക്കറിയാം, ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അവർ വിവിധ തരത്തിലുള്ള സമരമുറകൾ പയറ്റി ഏറ്റവും ഒടുവിൽ മുടിമുറിച്ച് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. 3-4 വട്ടം സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ആ ചർച്ചകളിൽ ഒന്നും തന്നെ കാര്യമായ പുരോഗതി ഉണ്ടായില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇന്ന് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നത്. ആ വാർത്തയിലേക്കും റിപ്പോർട്ടിലേക്കുമാണ് പൊതുജനം കഴുതിയല്ല സർ ഇനി കടക്കാൻ പോകുന്നത്. ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം 57-ാം ദിവസവും നിരാഹാര സമരം 19-ാം ദിവസത്തിലും എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. 3 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് ശേഷം ഇന്ന് സമരക്കാർ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തി. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാർ തൃപ്തരാണ് എന്നതാണ് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വിവരം പുറത്തുവരുന്നത്. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് സമരക്കാർക്ക് തൊഴിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഓണറേറിയം വർധനയില്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യം ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നുണ്ട്. തത്വത്തിൽ ഓണറേറിയം വർധന ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്, തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരത്തിലൊരു അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം. ഞങ്ങളപ്പോൾ അഭിപ്രായം തിരിച്ചു പറഞ്ഞു. ഞങ്ങൾ വളരെ താന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓണറേറിയം വർധനവ് അത് ഗവൺമെൻറ് അംഗീകരിക്കണം. അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക അവർക്ക് നൽകണം. ഈ 2 കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് വീണ്ടും പരിഗണിക്കണം. അതിനുവേണ്ടി മിനിസ്റ്റർ, തൊഴിൽ വകുപ്പ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇതിൽ ഇടപെടണം എന്ന് വീണ്ടും പറയുകയുണ്ടായി. അദ്ദേഹം അവസാനിപ്പിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്നാണ്. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്നും നടന്നു. സമരത്തിന്റെ 6ാം ദിനം കയ്യും കാലും കൂട്ടിക്കെട്ടി പ്ലാവില തൊപ്പിയും വെച്ചാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി നിന്നായിരുന്നു അവരുടെ പ്രതിഷേധം. അങ്ങനെ വ്യത്യസ്തമായ സമരമുറയിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുന്നത്. രണ്ട് സമരങ്ങളുടെയും വിശദാംശങ്ങളുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് സലീം മാലിക്കുണ്ട്. സലീം, ആദ്യം നമുക്ക് 57 ദിവസങ്ങൾ രാപകൽ സമരം പിന്നിടുന്ന 19 ദിവസത്തെ നിരാഹാര സമരം പിന്നിടുന്ന ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങളിലേക്ക് പോകാം. സലീം, ഈ കാര്യത്തിൽ ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച ആശാവഹമാണ് എന്നാണ് സമരക്കാർ പറഞ്ഞത്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കുമ്പോൾ തുക നൽകുക എന്നീ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സമരസമിതി വ്യക്തമാക്കുന്നുമുണ്ട്. എന്തുറപ്പാണ് തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആശാ വർക്കർമാർക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ 3 തവണ ഈ സമരവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയതാണ്. ആ 3 ചർച്ചയിലും നിരാശയായിരുന്നു ഫലം. പക്ഷേ ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവാണ് എന്നുള്ളതാണ് സമരക്കാർ തന്നെ പറയുന്നത്. അതിനവർ പറയുന്ന കാരണം, നേരത്തെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം, ആ നിർദ്ദേശം 3 മാസത്തെ കമ്മിറ്റിയുടെ പഠനകാലയളവ് എന്നുള്ളതായിരുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതേസമയം ഈ കമ്മിറ്റി അങ്ങനെ രൂപീകരിച്ചാൽ പോലും അത് 1 മാസത്തിനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന തൊഴിൽ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ ആവശ്യങ്ങൾ അത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു അനുഭാവപൂർണ്ണമായ സമീപനം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമരക്കാർ തന്നെ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു ശുഭസൂചന ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതേസമയം ഈ കമ്മിറ്റി എന്ന നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ആരോഗ്യമന്ത്രി ഉള്ളത്. ആരോഗ്യമന്ത്രി ഇന്ന് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് സമരസമിതി നേതാക്കളായ MA ബിന്ദുവും VK സദാനന്ദനുമാണ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത്. അതിന് പിന്നാലെ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പക്ഷേ പറഞ്ഞത് ഈ മന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവ് ആണെങ്കിൽ പോലും അവരുടെ ആവശ്യം ഓണറേറിയ വർധന എന്നുള്ളതാണ്. അതിൽ തന്നെ അവർ വളരെ താഴേക്ക് പോയിട്ടുണ്ട്. 3000 രൂപയെങ്കിലും ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കാതെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓണറേറിയ വർധനവില്ലാതെ എത്ര പോസിറ്റീവായ ചർച്ച നടന്നാലും സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ചർച്ച കൂടി ഉണ്ടായിരുന്നു, മുൻപെങ്ങുമില്ലാത്ത വിധം പോസിറ്റീവായ ചർച്ച എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നൊരു അഭിപ്രായം. അപ്പോൾ ആ ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കാരണം തൊഴിൽ വകുപ്പ് മന്ത്രി
നിലവിൽ ഈ കാര്യം കൃത്യമായി അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രസ്താവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണാൻ പോയത്. പോയപ്പോഴാകട്ടെ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മിറ്റിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തു. പക്ഷേ അതൊരിക്കലും സാധ്യമല്ലെന്നും, അതായത് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3000 രൂപയുടെ വർധന എന്ന് പറഞ്ഞാൽ ഒരു പ്രതിദിനം ഒരു 300 രൂപയാണ് ചോദിക്കുന്നത്. 233 നിന്ന് ഒരു മാസം ഒരു 300 അല്ലെങ്കിൽ 350 രൂപയുടെ ഒരു വർധനമാണ് ചോദിക്കുന്നത്. അതെങ്കിലും മിനിമം തരണം. അതെങ്കിലും മിനിമം വർദ്ധിപ്പിച്ചുകൊണ്ടേ അടുത്ത കമ്മിറ്റിയിലേക്കും അല്ലെങ്കിൽ 1 മാസത്തെയോ 3 മാസത്തെയോ കമ്മിറ്റിയുടെ ഒരു അതിൻ്റെ പഠന സമയത്തെ നമുക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അനിശ്ചിതമായി നമുക്ക് ഈ സമരം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. കമ്മിറ്റി ഫോം ചെയ്ത് കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിനടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്നത് വരെയും ഇത് തുടരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇതിനെ പോസിറ്റീവായി കാണുന്നു. GK, നേരത്തെ ഈ മുൻപ് ഉണ്ടായിരുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പോലെ ഒരു ചർച്ചയല്ല ഇത്തവണ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ വിശാലമായ പോസിറ്റീവായ ഒരു ചർച്ച തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ സമരം, ഞാൻ ഈ നിൽക്കുന്ന ഈ ആശാ സമരത്തിന് തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നടന്നാലാണ് നേരത്തെ GK സൂചിപ്പിച്ച CPO ഉദ്യോഗസ്ഥരുടെ സമരം നടക്കുന്നത്. ഇവിടെ നിന്ന് വെറും 100 മീറ്റർ അകലെ ഇവർ ഇപ്പോൾ ഈ സമരം 57-ാം ദിവസമായി. നിരാഹാര സമരം 19 ദിവസമായെങ്കിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം ഇന്ന് 6-ാം ദിവസമാണ്. ഈ 6-ാം ദിവസം സമരത്തിലേക്ക് കടക്കുമ്പോൾ അവർ കുറച്ചുകൂടി കടുത്ത സമര രീതികളാണ് അവർ നടത്തുന്നത്. കാരണം അവർ ഈ വളരെ ചെറിയ പ്രായമുള്ള പെൺകുട്ടികളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പൊരിവെയിലത്ത് അവർ ശയനപ്രദക്ഷിണ സമരം നടത്തി പ്രതിഷേധം അറിയിച്ചു. അതിന് പിന്നാലെ കല്ലുപ്പിൽ കയറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്നത് കയ്യും കാലും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ളൊരു സമരമായിരുന്നു ഇന്ന് നടന്നത്. അങ്ങനെ ഈ 2 സമരമാണ് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോഴും തുടരുന്നത്. അവർ ഇന്ന് 6-ാം ദിവസവും നിരാഹാരം തുടരുകയാണ്. അവരുടെ പ്രതീക്ഷ ഈ 19-ാം തീയതിയോടുകൂടി ഇപ്പോഴത്തെ ഇവരുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചതിന് ശേഷം പിന്നീട് ഇവർക്ക് ഏതെങ്കിലും നിലയിൽ പിന്നീട് ഈ പഠിച്ച് ഈ നേടിയ മാർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല 235 നിയമനങ്ങൾ മാത്രമാണ് 975 പേരിൽ നിന്നും അവർക്ക് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടുള്ളത്. ആ നിയമനങ്ങളിൽ കൂടുതൽ വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 480-ലധികം ഒഴിവുകൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി വനിതാ സിവിൽ പോലീസിൽ ഒഴിവുകളുണ്ട്. പക്ഷേ അത് നികത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സമരം ഇന്നിപ്പോൾ 6-ാം ദിവസത്തിലാണ്. സർക്കാർ ഏതെങ്കിലും നിലയിൽ ഒരു ചർച്ചയ്ക്ക് ഇന്നത്തെ സമരത്തിന് ശേഷമെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന്. കുറേ പേരൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കത്തില്ല, നിങ്ങളുടെ പുറകിൽ മറ്റ് സംഘടനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കത്തില്ല എന്നാണ്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് അവർ നമ്മളെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണെങ്കിലും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ കടുപ്പമേറിയ സമരമാണ് നിങ്ങൾ ഈ പൊരിവെയിലത്ത് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ 3 ദിവസവും നടത്തിയത്. 6 ദിവസമായി സമരം തുടരുന്നു. അത് ഒരു പടി കൂടി കടന്നുള്ള 3 ദിവസം സമരമാണ്. നാളെയും സമാനമായ സമരങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം കടുപ്പമേറിയ സമരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കടക്കാമെന്ന് തീരുമാനിച്ചത്? നമുക്കിനി ഒട്ടും സമയമില്ലല്ലോ. സമയം തീരെ കുറവാണ്. വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് കുറച്ചെങ്കിലും വേക്കൻസി വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ കിടന്നിട്ട് വരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. പകലൊക്കെ നല്ല വെയിലാണ്, ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. രാത്രിയാണെങ്കിൽ മഴ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടെ എണീറ്റിരുന്ന് ടാർപ്പായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അത് തന്നെയാണ്. അതായത് ഇവർ ഈ കടുത്ത സമര രീതിയിലേക്ക് കടക്കുന്നത് ഗതികേട് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരമാണെങ്കിലും ഇനി അതല്ല വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരമാണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ അനാവശ്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ അവർ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. നേരത്തെ തന്നെ ഒരു CPO ഉദ്യോഗാർത്ഥി പറഞ്ഞതുപോലെ ഞങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട്ടിലിരുന്ന് കരഞ്ഞാൽ ആര് കാണാനാണ്? ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആര് മനസ്സിലാക്കാനാണ്? അധികാരികൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിന് ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ കൂട്ടായി നിന്ന് പ്രതിഷേധിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നാണ്. ഏതായാലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗം പരിഹരിക്കട്ടെ.